ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷകരമായ അവസ്ഥകൾ എന്ന് നോക്കാം. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അടുത്തതായിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഒരുപാട് പേര് സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അടുത്തതായിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഹാങ്ഡ് മാൻ എനർജിയാണ്. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ദ വേൾഡ് എന്താ പേജ് ഓഫ് കപ്സ്. ദ ലവേഴ്സ്. പേജ് ഓഫ് വാൻഡ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ. Six of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ന്യൂ ബിഗിനിങ്സ്. ഓപ്പർച്യൂണിറ്റി. ഓപ്പണസ്. ഒരു കാർഡും കൊണ്ട് എടുക്കാവേ. സെക്യൂരിറ്റി. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ആണ്. ഒരുപാട് പേരിലേക്ക് ഹാപ്പിനെസ് അനുഭവിക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഹാപ്പിനെസ്സിൻ്റെ മൂഡാണ് പലർക്കും. സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടാരോട്ട് കാർഡിലാണെങ്കിലും ടെമ്പറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ടെമ്പറൻസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതുവരെ നിങ്ങൾക്കില്ലാതിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക്, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നു. മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ ഇതുവരെ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും നിങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി വരുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പോസിറ്റീവായാലും സാഹചര്യം നെഗറ്റീവായാലും നിങ്ങൾക്ക് അതിലൊരു പ്രയാസവും ഇല്ലാതെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയായാലും എന്ത് വന്നാലും ഒന്നുമില്ല, അത്തരത്തിലുള്ള ഒരവസ്ഥ.
അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ദുഃഖം വന്നാലും സുഖം വന്നാലും നിങ്ങൾ ഒരേപോലെ അനുഭവിക്കുന്നു. ആ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്താണ്? നിങ്ങൾക്കിവിടെ ദൈവാനുഗ്രഹമാണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് ഇവിടെ കാർഡ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. പേജ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിവിടെ നോക്കിയിരിക്കുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടാവാം. ഒരു ജോലിക്ക് വേണ്ടിയല്ല, സാമ്പത്തികപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ലഭിക്കാൻ വേണ്ടി പലർക്കും അത് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളവരായിരിക്കാം, ആദ്യത്തെ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ആവാം. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ, ഭൂമിയുമായിട്ട് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിലും വാഹനം വാങ്ങിക്കണം, അതല്ല വീടിന് വേണ്ടി നിങ്ങൾ പാടുപെടുന്നുണ്ടോ, വീടിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ, അതൊക്കെ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ലോട്ടറി ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായ നല്ല എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. അത് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരികയാണ്. സമ്പത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന ചില ലോട്ടറികൾ, അല്ലെങ്കിൽ ചില ചിട്ടി, ലോണിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം, അത് ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിപ്പുണ്ടാവാം. ആ കാത്തിരിപ്പുകൾ നിങ്ങൾക്ക് അവസാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഡിവൈൻ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കാരണം എന്താണ്? നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്. ദാനം കൊടുക്കും തോറും നിങ്ങളിലേക്ക് അത് ഏറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ല? ദാനം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവരിൽ നിന്നുമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷെ മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും, തിരികെ ലഭിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിരികെ അത് ലഭിക്കാതിരിക്കില്ല. പിന്നെ ചിലരൊക്കെ കൊടുത്ത് അങ്ങനെ മുടിഞ്ഞു പോകുന്ന അവസ്ഥയിലും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം അറിഞ്ഞ് വേണം ദാനം ചെയ്യാൻ. മനസ്സിലായില്ലേ? അങ്ങനെ പറയും, അർഹതപ്പെട്ട കൈകളിലേക്ക് വേണം നിങ്ങൾ ദാനം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം, പിന്നെ ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കണമെന്നുള്ള ആഗ്രഹം അരുത്. മനസ്സിലായില്ലേ? കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഫലം ചെയ്താൽ മാത്രം മതി, അതിൻ്റെ പ്രയോജനം, അതിൻ്റെ കർമ്മം ചെയ്താൽ മാത്രം മതി, ഫലം ഇച്ഛിക്കരുത്. കാര്യം എന്താണ്? നിങ്ങൾ പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തിയുടെ ഫലം പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കതിൽ വന്നു ചേരും. പക്ഷേ ആഗ്രഹിക്കും തോറും നിങ്ങൾക്കത് ദൂരത്തായിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പ്രതിഫലം. അതുകൊണ്ടാണ് പറയുന്നത്, ആഗ്രഹിച്ചില്ല എങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ദാനധർമ്മങ്ങൾ ഏറ്റവും നല്ലതാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതിനനുസരിച്ച് നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥ, പലർക്കും ചില കാര്യങ്ങൾ നല്ല ബുദ്ധിയുണ്ട്, നല്ല ദൈവാനുഗ്രഹം എല്ലാം ഉണ്ട്, നല്ല സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു മെൻ്റൽ പവർ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മുന്നോട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി പോകുമ്പോൾ, അല്ലെങ്കിൽ മുന്നോട്ട് കുറച്ച് മിനിറ്റുകൾ കൂടി നിങ്ങൾ മാറ്റിവെച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ ലവേഴ്സ് പിണങ്ങിപ്പോയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, അവരുമായിട്ട് കോണ്ടാക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില സമയമാകാം, അല്ലെങ്കിൽ ചില ജോലിക്കാര്യങ്ങൾക്ക്, ഏതിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെ ഇപ്പോൾ കുഴപ്പിക്കുന്ന, മനസ്സുകൊണ്ട് കുഴപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി ഇവിടെയുണ്ട്. കാരണം ഇത് വേൾഡാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ വിദേശത്ത് പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയായിരിക്കാം. വിദേശത്തു നിന്നും ചില ജോലിക്ക് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ചില അവസ്ഥകളാണ്. കാരണം ഇവിടെ നല്ല നല്ല അവസ്ഥകൾ, മറ്റൊരിടത്തേക്ക് പോകാനും സന്തോഷം അനുഭവിക്കാനും, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെ ഇവിടെ വരികയാണ്. ഈ ഒരു തുടക്കത്തിലൂടെ
പഴയ കാര്യങ്ങളെ വിട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പുതിയ ചില തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് ജോലിയായാലും വാഹനം, വീട് ഇതൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ടേക്ക് വരുന്ന എനർജി പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. പ്രതീക്ഷകൾ പൂവണിയുക എന്ന് പറയുമ്പോൾ എന്താണ്, പ്രതീക്ഷിച്ചിരിക്കാത്ത ചില വ്യക്തികൾ, ചില വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ചില ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലേ, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ വന്നു ചേരാനുമുള്ള എനർജി ഉണ്ടാവാം. ചില വ്യക്തികൾ, നിങ്ങളുമായിട്ട് ബന്ധത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളെക്കാൾ യങ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയും ഉണ്ടാവാം. അവരിൽ നിന്ന് നല്ല ലവ് പ്രപ്പോസൽ, തീർച്ചയായിട്ടും പ്യുവറായിട്ടും സിൻസിയറായിട്ടുമുള്ള ചില പ്രപ്പോസലുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, ആദ്യമായിട്ടാണെങ്കിൽ പോലും വിവാഹത്തിനുള്ള പ്രപ്പോസൽ വരാം. ചിലർക്ക് വിവാഹം നടക്കുന്നതായിട്ട് ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷനിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ആർക്കേഞ്ചൽ റാഫേലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. പരസ്പരം ഹീൽ ചെയ്തു പോവുക. റാഫേൽ എപ്പോഴും നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ പരസ്പരം ഹീൽ ചെയ്ത് സന്തോഷത്തിലൂടെയും സമൃദ്ധിയിലൂടെയും മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം, ഇവിടെ തന്നെ ശുക്ര ഭഗവാന്റെ അനുഗ്രഹം ഒക്കെയും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സൗഭാഗ്യം, ഈ ഒരു ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർ കൂടെ ചേരുന്നു, വന്നു ചേരുന്നു. എവിടെയായാലും അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വഴക്കിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇനി ഒരിക്കലും വരില്ല, അല്ലെങ്കിൽ വരാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം, പക്ഷേ പറ്റുന്നില്ല. തീർച്ചയായിട്ടും വന്ന് കണ്ടേ മതിയാവൂ. അങ്ങനെ വീണ്ടും ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ ബ്രേക്കപ്പായി വീണ്ടും തിരികെ വരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, അത് ദൈവികമായൊരു കൂടിച്ചേരലിൽ മാത്രമാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കാറില്ല. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സമൃദ്ധിയിലേക്ക് പോകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് വാൺസ് ആണ് പിന്നീട് വന്നിട്ട്. നിങ്ങളിവിടെ എന്തോ ബിസിനസ്സിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവാം. ഇവിടെ കണ്ടില്ലേ ഏസ് ഓഫ് പെന്റക്കിൾ എനർജി. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും എന്തോ ബിസിനസ്സിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വാൺസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഈ വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരു സംരംഭം നിങ്ങൾ തുടങ്ങി വെച്ചതിൻ്റെ പ്രോഗ്രസ് എന്നും എത്രമാത്രമുണ്ട്. ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടാവാം. ഇനി അതിൻ്റെ പ്രോഗ്രസ് എന്തുമാത്രമായിട്ടുണ്ട്, അതല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് പൈസ നിക്ഷേപിച്ചിട്ടുണ്ടാവാം. വേറെ ഏതെങ്കിലും കാര്യത്തിൽ ലോണായി, ചിട്ടിയായി, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടാവാം. അവിടെയുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഗ്രസ് എത്രമാത്രമുണ്ട്, അല്ല എങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം. ആ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് എന്തുമാത്രമായി എന്ന് ഓരോ ദിവസവും രാവിലെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു ചെടി നട്ടിട്ട് ഓരോ ദിവസവും നമ്മൾ ഇല വരുന്നുണ്ടോ, പൂ വരുന്നുണ്ടോ, കായ് വരുന്നുണ്ടോ എന്നിങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുമല്ലേ, എന്നിങ്ങനെ ഓരോ ദിവസവും അതിനെ നമ്മൾ സശ്രദ്ധം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഇവിടെ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ഓരോ ദിവസവും എന്താണ് അതിന് വരുന്ന പ്രോഗ്രസ് എന്നിങ്ങനെ ഓരോ ദിവസവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ പിരിഞ്ഞു പോയ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന പാർട്ട്ണറുടെ വിവരം എന്തുണ്ട്, ഓരോ ദിവസവും അത് രാവിലെ അന്വേഷിക്കുന്ന എനർജി. അവർ വാട്സപ്പിലൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. നിങ്ങൾ മറുവഴിയിലൂടെ അവരെ ഇങ്ങനെ വീക്ഷിക്കാം. മനസ്സിലായില്ലേ, ഓരോ ദിവസവും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് തരുന്ന ഏത് കാര്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്, അതിനായിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
വീൽ ഓഫ് ഫോർച്യൂണാണ്, കണ്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ എന്താണ് 6 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ പറയുന്നത് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയമായിരിക്കുന്നു. അതിനുള്ള പരിഹാരം ഡിവൈൻ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് വേണം ഇവിടെ പറയാൻ. അതുവഴി വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ഇതുവരെയും നിങ്ങൾ വിചാരിച്ചിരുന്നു എനിക്ക് മാത്രം ഭാഗ്യമില്ലാതെ പോയി, ഒന്നും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോകാം എന്ന് വിചാരിച്ചിട്ട് അതും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, അതും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വീട് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെയും പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കാതിരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ വിവാഹമൊക്കെ കാത്തിരുന്നിട്ട് ഒന്നും നടക്കാത്ത എനർജി. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്, പക്ഷേ അതൊന്നും സാധ്യമാകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടതൊന്നും അടുത്ത് വരുന്നില്ല, നിങ്ങൾക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു എനർജി ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായില്ല? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളെ കടിച്ചമർത്തി കഴിയുന്ന ആൾക്കാർ, ഒന്നും ശരിയാവുന്നില്ല. പക്ഷെ നിങ്ങളുടെ കർമ്മം ഒടുങ്ങണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പ്രേ ചെയ്തിട്ടുണ്ട്. പലർക്കും പല സമയത്താണല്ലോ അനുഗ്രഹം വന്നു ചേരുന്നത് എന്ന് പറയുന്നത് പോലെ പലർക്കും ഇവിടെ അനുഗ്രഹം വന്നു ചേരുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് എന്താണ് നിങ്ങൾ മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും തരണം ചെയ്ത് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ മറികടന്ന് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ വീട്ടിലിപ്പോൾ പ്രശ്നമുള്ളത്, അവിടെ നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെ നിങ്ങൾക്ക് അവിടെ ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയാണ്, ചില ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടിപ്പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി സ്ഥാനക്കയറ്റം ഉണ്ടാകാം, ശമ്പള വർധനവിനോടുകൂടിയുള്ള ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകാം. അവിടെയും നിങ്ങൾക്കിവിടെ സക്സസ് ആണ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് ഇത്തരത്തിലുള്ള വിഷമകരമായ അവസ്ഥകളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യചക്രം ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാലചക്രം, കാലത്തിൻ്റെ ചക്രം, ഭാഗ്യത്തിൻ്റെ ചക്രം നിങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ മുന്നോട്ട് ഉരുളാൻ തുടങ്ങിയിരിക്കുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതവും മറിയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാലം കൊണ്ട് ചില കേസുകൾക്ക് വേണ്ടിയൊക്കെ പരിശ്രമിച്ചിട്ട് അതിലൊക്കെ ഒരുപാട് വിഷമിച്ച് കഴിയുന്നവർ, ഡിവോഴ്സ് കേസുകളാവാം, ഭൂമി സംബന്ധമായ പല കേസുകളുമാകാം, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഒറ്റിക്കൊടുത്ത കേസുകളാവാം, നിങ്ങളെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാകാം. അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം കിട്ടുകയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുന്ന എനർജിയുമാണ്, ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കടന്ന് മുന്നോട്ട് പോകുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് കാർഡ്സ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒറാക്കിൾ കാർഡ്സ് എടുത്തപ്പോൾ ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത്. പലർക്കും ജീവിതത്തിൻ്റെ പുതിയ തുടക്കം കാണുന്നുണ്ട്. മനസ്സിലായല്ലോ? ഒരുപാട് കാലം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളിൽ മനംനൊന്ത് കഴിഞ്ഞിരിക്കുന്നവർക്ക് എനിക്കൊരു പുതിയ തുടക്കം, എൻ്റെ ജീവിതത്തിലൊരു പുതിയ അവസരം വന്നു ചേരണം, എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം തിരുത്താൻ എനിക്കൊരു അവസരം വേണം എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ ഈ തെറ്റുകളെ തിരുത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലാക്കിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ തന്നെ നിങ്ങൾക്ക് അവസരം വന്നു ചേരുകയാണ്. ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്. പുതിയൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ജീവിതം ആകപ്പാടെ ഒന്ന് മാറും. പുതിയൊരു വീട്ടിലേക്കുള്ള താമസമായാലോ അവിടെയും ജീവിതത്തിനൊരു പച്ചപ്പ് വരുന്നുണ്ട്, ജീവിതത്തിലൊരു തുടക്കം വരികയാണ് അല്ലേ? അല്ലെങ്കിൽ വീട്ടിലൊരു മാര്യേജ് നടന്നാലോ, വിവാഹം നടന്നാലോ, നിങ്ങൾ ആഗ്രഹിച്ച വിവാഹം, അതോടുകൂടി നിങ്ങൾക്ക് ജീവിതത്തിന് മാറ്റം വരികയാണ്. കുഞ്ഞിൻ്റെ ജനനം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതുപോലെ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ വരുമ്പോൾ, പുതിയ തുടക്കം വരുമ്പോൾ എന്താണ്, അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഭാഗ്യമുള്ള സമയത്ത് അവസരങ്ങൾ നിങ്ങളെ തേടി വരും.
പലരും അത് നിഷേധിക്കാം. പക്ഷേ അങ്ങനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അവസരം വരുമ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്നുള്ളത് ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യാൻ കൂടെ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓപ്പണൻസാണ് തുറന്നു പറച്ചിൽ, എല്ലാ കാര്യങ്ങളിലും തുറന്നു പറച്ചിൽ ദൈവത്തോട്. അങ്ങനെ തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷ നടത്താം. മനസ്സിലായില്ലേ? ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് മാപ്പ് തരണമേ ദൈവമേ, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഒരു ഫൊർഗിവ്നെസ്, ഇതൊക്കെ പറയാം. ഇങ്ങനെയുള്ള ഈ തുറന്ന് പറച്ചിലുകളിൽ കൂടെയും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ, ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഈ ഒരു തുറന്നു പറച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. എന്ത് തെറ്റ് ചെയ്തോ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ഒന്ന് തുറന്നു പറഞ്ഞിട്ടൊന്ന് മാപ്പപേക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകും. കരഞ്ഞ് കണ്ണുനീരൊഴുക്കൂ. ചെയ്ത തെറ്റുകളെ ഓർത്തിട്ട് അമ്മയോട് അങ്ങനെ പറഞ്ഞു, അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ പല പരുഷ വാക്കുകൾ നിങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോട് ഒക്കെയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, മാതാപിതാക്കളോട് ഒക്കെയും ഓർക്കാപ്പുറത്ത് ചില നിന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിമിത്തം നിങ്ങളുടെ കർമ്മ കൂടും. അവരുടെ ഹൃദയം ഒത്തിരി നുറുങ്ങി വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചേരാം. അപ്പോൾ തന്നെ അവരുടെ മനസ്സുകൊണ്ട് തന്നെ നിങ്ങളോട് എന്താണ് തോന്നുന്നത്, ഏത് വികാരമാണ് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ വന്നാൽ തന്നെ നിങ്ങൾ എന്താണ് ദൈവത്തോട് തുറന്നു പറയാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള ആ തുറന്നു പറച്ചിലുകളിൽ കൂടെയും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. നിങ്ങൾ കരഞ്ഞ് കണ്ണുനീര് ഒഴുക്കുക. ആ കണ്ണുനീരിൽ കൂടി നിങ്ങളുടെ പാപത്തിൻ്റെ കറ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാവും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം. മുന്നോട്ട് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നു. അങ്ങനെയാണ് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരാൻ പോകുന്നത്. ഹാപ്പിനെസ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? ഇവിടെ ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. സെക്യൂരിറ്റി കണ്ടില്ലേ? പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും, നിങ്ങൾ എങ്ങനെ തെറ്റ് ചെയ്യാൻ പോയാലും നിങ്ങൾക്കവിടെ ഒരു സംരക്ഷണം ലഭിക്കുന്നു. അല്ലെങ്കിൽ ചില അപകടകരമായ സമയങ്ങളിൽ ഇരുട്ടിലൂടെ ചിലപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടതായ സമയമുണ്ടായിരിക്കും, പോകേണ്ടതായ ആവശ്യമുണ്ടായിരിക്കും. ആ ആവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സംരക്ഷണം തരാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. വളരെ വളരെ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ലൈക്ക് ചെയ്യാൻ തീരെയും മടി വിചാരിക്കല്ലേ, മറന്നു പോകല്ലേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമായിട്ട് റെസണേറ്റ് ആവുന്നത് കാണുമല്ലോ. അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു ദോഷവും വരാനില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.